തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ ഭാഗമായി വിവിധ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സാധന സാമഗ്രികളുടെ വിതരണം കട്ടപ്പനയിലും പൂർത്തിയായി. കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള വിവിധ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ അടക്കമുള്ളവ നൽകിയത് ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ്. മറ്റു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അടക്കമുള്ളവയുടെ വിതരണം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾക്കായുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും കട്ടപ്പന ഡിവിഎസ്പി ഓഫീസിന് കീഴിലുള്ള വിവിധ മേഖലകളിൽ പൂർത്തിയായതായി കട്ടപ്പന ഡിവിഎസ്പി വി എ നിഷാദ് മുനും പറഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ കട്ടപ്പനയിലെയും പരിസര പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും വിതരണം കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് നടത്തിയത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ രണ്ട് സ്കൂളുകളിലും നേരത്തെ ഒരുക്കിയിരുന്നു. കൂടാതെ ഉദ്യോഗസ്ഥർക്ക് വിവിധ ബൂത്തുകളിലേക്ക് പോകാനുള്ള വാഹനങ്ങളും സജ്ജീകരിച്ചിരുന്നു. രാവിലെ 6 മണി മുതൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് രജിസ്റ്റർ ചെയ്ത ശേഷം ഇവർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിവിധ ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികളുമായി വാഹനത്തിൽ പോയി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. കട്ടപ്പന പോലീസ് സബ് ഡിവിഷന് കീഴിൽ 530 പോലീസുകാരെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ പറഞ്ഞു. പോലീസ് സബ് ഡിവിഷന്റെ കീഴിൽ 530 പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോലീസ് ഡ്യൂട്ടിക്ക് ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. 3 ഡിവൈഎസ്മാരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തും കട്ടപ്പനയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 9 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാവരുടെ ഡ്യൂട്ടിക്കും പ്രത്യേകം പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളും ഒഴിഞ്ഞായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. 3 ഡിവൈഎസ്പിമാർ, 9 ഇൻസ്പെക്ടർമാർ എന്നിവർ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിക്കും. കൂടാതെ പെട്രോളിംഗ് അടക്കമുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിന്റെ ഭാഗത്തും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.